നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ക്യാനക്കോണയിലെ ഫട്പാലിൽ നിന്നുള്ള 11 വയസ്സുകാരൻ സമീഷ് ഗൌഡർ മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുന്നതിനിടെ വൈദ്യുതാഘാതത്തെ തുടർന്ന് മരിച്ചു. വീടിനകത്തെ എക്സ്റ്റൻഷൻ ബോർഡിനടുത്ത് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. മോസ്കിറ്റോ ബാറ്റ് സാധാരണയായി 1400 വോൾട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നു. ഇത് എക്സ്റ്റൻഷൻ ബോർഡിന് 220 വോൾട്ടുമായി കൂട്ടിമുട്ടിയാൽ ഷോക്ക് ഏൽക്കാം. ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളും കണ്ടെത്തി. ഇത്തരം ഉപകരണങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. EKYC പൂർത്തിയാക്കാത്ത 3.5 ലക്ഷം റേഷൻ കാർഡുകൾ. ഗോവയിൽ 3.5 ലക്ഷം കുടുംബങ്ങൾ EKYC അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ ബാക്കിയുണ്ട്. നിരവധി ഡെഡ്ലൈൻ നീട്ടിയിട്ടും പലരും ഈ പ്രക്രിയ പൂർത്തിയാക്കിയിട്ടില്ല. ഫെബ്രുവരിയിലാണ് ആദ്യം അവസാന തീയതി നൽകിയിരുന്നത്. EKYC ആധാർ വഴി റേഷൻ കാർഡുകാരുടെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്ന ഒരു ഡിജിറ്റൽ പ്രക്രിയയാണ്. റേഷൻ കാർഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാൻ ഗുണഭോക്താക്കൾ ആധാർ അപേക്ഷ സമർപ്പിക്കണം. ആധാർ സീഡിംഗ്, ബയോമെട്രിക് വെരിഫിക്കേഷൻ എന്നിവ അടങ്ങുന്ന EKYC നിർബന്ധിതമാണ്. അവസാന തീയതി ഏപ്രിൽ 30 ആയിരുന്നെങ്കിലും പുതിയ തീയതി പ്രഖ്യാപിക്കപ്പെടും വരെ EKYC പ്രവർത്തനങ്ങൾ തുടരും. പോർവോറിമിൽ നിന്നുള്ളയാളെ 9.5 ലക്ഷം തട്ടിച്ച കേസിൽ മുംബൈ സ്വദേശി പിടിയിൽ. കള്ള ബാങ്ക് ലിങ്കുകൾ അയച്ച് പണമിടപാടുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ച ഇയാൾ വിവിധ അക്കൗണ്ടുകൾ വഴി തുക കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഡയാലിസിസ് കേസുകൾ ഉയരുമ്പോൾ ആരോഗ്യം ഗൗരവത്തിൽ കാണണമെന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം. ഗോവയിൽ ഡയാലിസിസ് ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഇതിനെതിരെ ജനങ്ങൾ ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് നിർദ്ദേശിച്ചു. ആരോഗ്യപരമായ താൽപ്പര്യങ്ങളും ചികിത്സാ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്ഭവൻ അന്നദാനം പദ്ധതി ആരംഭിച്ചു. ഗോവയിലെ രാജ്ഭവനിൽ അന്നദാനം പദ്ധതി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ഗോവ മുഖ്യമന്ത്രി ഡോക്ടർ പ്രമോദ് സാവന്തിന്റെ സാന്നിധ്യത്തിൽ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഗോവ സ്ട്രീറ്റ് പ്രൊവിഡൻസ് സംഘടനയ്ക്ക് 1.2 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. പിള്ളയുടെ പുസ്തകങ്ങളുടെ റോയൽറ്റി ഈ പദ്ധതിക്കായി വിദാനം ചെയ്യും. ആർലേക്കർ പിള്ളയുടെ സാഹിത്യ സാമൂഹിക പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. സാവന്ത് പദ്ധതി അനന്യമെന്നും പിള്ളയുടെ ജനസമ്പർക്ക യാത്രകളെ പ്രശംസനീയമെന്നും വിശേഷിപ്പിച്ചു. സംസ്ഥാനത്ത് വൃക്ക രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ച സാവന്ത് രോഗികൾ ശ്രദ്ധാപൂർവം ഭക്ഷണക്രമം പാലിക്കണമെന്നും അഭ്യർത്ഥിച്ചു. ജയ് ഹിന്ദ് എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ഒരു മുസ്ലിം സൈനികനാണ് ആ മുദ്രാവാക്യം നിർദ്ദേശിച്ചതെന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസ് അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചുവെന്നും പറഞ്ഞു. ചടങ്ങിൽ ഗവർണറുടെ സെക്രട്ടറി സഞ്ജീവ് സി ഗൗൺസ് ദേശായി അതിഥികളെ സ്വാഗതം ചെയ്യുകയും മിഹിർ വർദ്ധൻ പദ്ധതി പരിചയപ്പെടുത്തുകയും ബോസ്കോ ജോർജ് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഫറ്റോഡ മത്സ്യമാർക്കറ്റിൽ ഫോർമാലിൻ പരിശോധന വെറും ഔപചാരികത മാത്രമാണെന്ന് വ്യാപാരികൾ. ഗോവയിൽ ഒരു കാലത്ത് വലിയ ശ്രദ്ധ നേടിയ ഈ പ്രശ്നം വീണ്ടും ഉയർന്നുവരുന്നു. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരമായി പരിശോധന നടത്തുന്നില്ല. മുമ്പ് 8 മുതൽ 10 വരെ ഉദ്യോഗസ്ഥർ കർശന പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ 3 മുതൽ 4 പേർ മാത്രമാണ്. മത്സ്യവാഹനങ്ങൾ മാർക്കറ്റ് മുഖേന പരിശോധന ഒഴിവാക്കി നേരിട്ട് വിൽപ്പന നടത്തുന്നു. ഇത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണ്. FDA ഉദ്യോഗസ്ഥ സഞ്ജൂത് കുഡ്ലിക്കർ സ്ഥിരം പരിശോധനാ ടീം ഇല്ലെന്നും പരാതി ലഭിച്ചാൽ മാത്രം പരിശോധന നടത്തുമെന്നും വ്യക്തമാക്കി. ഗോവയുടെ മത്സ്യ പൈതൃകം സംരക്ഷിക്കാൻ കർശന പരിശോധന ആവശ്യമാണെന്ന് വ്യാപാരികളും ഉപഭോക്താക്കളും ആവശ്യപ്പെടുന്നു. മന്ത്രിസഭ പുനഃസംഘടന ഉടൻ. വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഡൽഹിയിൽ. ജൂലൈ 21 മുതൽ നിയമസഭയുടെ മൺസൂൺ സെഷൻ ആരംഭിക്കാനിരിക്കെ ഈ ആഴ്ച തന്നെ പുനഃസംഘടന നടക്കുമെന്ന് BJP നേതാവ്. സാവന്ത് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയെയും ആഭ്യന്തര സെക്രട്ടറി അമിത് ഷായെയും കണ്ട് മന്ത്രിമാരെ ഒഴിവാക്കാനും പുതിയവരെ ഉൾപ്പെടുത്താനും തീരുമാനിക്കും. പോർട്ട്ഫോളിയോ മാറ്റവും സാധ്യമാണ്. 2027 തെരഞ്ഞെടുപ്പിൽ 27 സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് നീക്കം. 2022 കോൺഗ്രസ് MLAമാർ BJPയിൽ ചേർന്നിരുന്നു. 2023 നിലേഷ് കബ്രാളിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. 2025 ഗോവിന്ദ് ഗൌഡിനെ പുറത്താക്കിയിരുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.